ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മലയാളം ഷെയർസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഹാപ്പി ദിവാലി. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 50 റുപ്പീസിന് താഴെ നല്ല റിട്ടേൺസ് തരാൻ സാധ്യതയുള്ള സ്റ്റോക്കിലാണ്. അപ്പോൾ പുതിയതായിട്ട് ഇനി മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ളവർ, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു മെയിനായിട്ട് വീഡിയോ. അപ്പോൾ 50 റുപ്പീസിനും താഴെ നല്ല സ്റ്റോക്കിലൊക്കെ ഉണ്ട്, നല്ല ഡിവിഡൻഡ് ബിൽഡിങ്ങും അതുപോലെ വാലുവേഷൻ വൈസും ഇപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന സ്റ്റോക്കിലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിൽ ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് RVNL, റെയിൽ വികാസ് നിഗം. ഇപ്പൊ ഈ ഒരു സ്റ്റോക്കിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയതുകൊണ്ട് കുറച്ച് റിസ്ക് കൂടുതലാണെങ്കിലും നല്ല റിട്ടേൺസ് തരും. കറന്റ് 35 റുപ്പീസിൽ ട്രേഡ് ചെയ്യുന്നു. 100% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട് ഈ ഒരു സ്റ്റോക്ക്. അപ്പോൾ ഇവരുടെ മാക്സിമം റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്ക് തന്നിരിക്കുന്നത് 219% ആണ്. 5 ഇയേഴ്സിൽ 219%, 1 ഇയറിൽ 95% റിട്ടേൺസ് തന്നിട്ടുണ്ട്, 1 മന്തിൽ 19% റിട്ടേൺസ്. ആൻഡ് ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ റവന്യൂ ഗ്രോത്ത് 27% ഇൻക്രീസ് ആയിരിക്കുന്നു. അതുപോലെ മാർക്കറ്റ് ഷെയറും 6%-ൽ നിന്നും 10% ആയിട്ട് ഉയർന്നിരിക്കുന്നു. അപ്പോൾ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. അതുപോലെ ഇൻഡസ്ട്രി നെറ്റ് ഇൻകവും 16% ആയിട്ട് ഉയർന്നിരിക്കുകയാണ്. അപ്പോൾ ടോട്ടൽ റവന്യൂ അതുപോലെ നെറ്റ് ഇൻകം എല്ലാം തന്നെ ഇൻക്രീസ് ആയിട്ടുണ്ട്. സോ ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്ത് കൊള്ളാം. ആൻഡ് 50 റുപ്പീസിന് താഴെയുമാണ്. ഡിവിഡൻഡ് നൽകുന്നുണ്ട്. ഇപ്പോൾ ലാസ്റ്റ് ആയിട്ട് ഇവർ 2019-2021 3 ഇയേഴ്സ് ആയിട്ട് ഡിവിഡൻഡ് നൽകുന്നുണ്ട്. ഏപ്രിൽ 8 ₹1.14 ഡിവിഡൻഡ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ സ്റ്റോക്കിന്റെ വാല്യുവേഷൻ നമുക്ക് ചെക്ക് ചെയ്യാം. പിന്നെ റെയിൽ വികാസിന് വേണ്ടി ഇവർക്ക് ഒത്തിരി ഓർഡേഴ്സ് കിട്ടുന്നുണ്ട്. റെയിൽ ഇൻഫ്രാസ്ട്രക്ചർ പ്രോഡക്ട്സ് ഒക്കെ ഒത്തിരി പ്രോജക്ട്സ് കിട്ടുന്നുണ്ട്. അത് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. പിന്നെ ഹൈ ഡിവിഡൻഡ് ഈൽഡിംഗ് ആണ്. 3.22% ഡിവിഡൻഡ് കൊടുക്കുന്നു. ബുക്ക് വാല്യൂ 26 ഉണ്ട്. സ്റ്റോക്കിന്റെ PE 7 ആൻഡ് ROC 11% ആൻഡ് ROE 17, ഫേസ് വാല്യൂ 10. നല്ല ഡിവിഡൻഡ് പേ ഔട്ടുള്ള കൺസ്ട്രക്ഷൻ സെക്ടറിൽ വരുന്ന 5th പ്ലേസിലാണ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ഗ്രോയിങ് ആണ് എന്നേ പറയാൻ പറ്റൂ. റിസോഴ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്നു. ദെൻ ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിയാൽ പ്രൊമോട്ടർ ഹോൾഡിംഗ് 78%, വിച്ച് ഇസ് വെരി പോസിറ്റീവ്. അതുപോലെ പബ്ലിക് ഷെയർ ഹോൾഡിംഗും ബെറ്റർ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ FIAയുടെ ഹോൾഡിംഗ് ഇൻക്രീസ് ആയിരിക്കുന്നു. അതും പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഈ സ്റ്റോക്ക് 35-ൽ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ 40 മുകളിൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ല ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 65-70 വരെ പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നെക്സ്റ്റ് സ്റ്റോക്ക് IRFC, ഇന്ത്യൻ റെയിൽവേ ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. സോ ഈ സ്റ്റോക്കും മിഡ് ക്യാപ് സ്റ്റോക്കാണ്, ലോ റിസ്ക് ആണ്. അഗെയിൻ 100% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട്. ടിക്കർ ടേപ്പിൽ 25 റുപ്പീസിൽ കറന്റ് ട്രേഡ് ചെയ്യുന്നു. ഗ്രീനിലാണ് ട്രേഡ് ചെയ്യുന്നത്. ആൻഡ് മാക്സിമം റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്ക് തരുന്നത് 1.01% റിട്ടേൺസ് ആണ്. ആൻഡ് ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ മാർക്കറ്റ് ഷെയർ 5 ഇയേഴ്സ് ആയിട്ട് 9%-ൽ നിന്നും 10% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. റവന്യൂ ഗ്രോത്ത് 16% ആൻഡ് ഇൻഡസ്ട്രി നെറ്റ് ഇൻകവും 39% ആയിട്ട് ഉയർന്നിട്ടുണ്ട്. സോ ടോട്ടൽ റവന്യൂ, നെറ്റ് ഇൻകം എല്ലാം തന്നെ ഇൻക്രീസ് ആയിരിക്കുന്നു. ഇനി ഇവർ ഡിവിഡൻഡ് അനൗൺസ് ചെയ്യാൻ പോകുന്നത് 10 0.77 റുപ്പീസിൽ ഡിവിഡൻഡ് അനൗൺസ് ചെയ്യുന്നു. ഇന്ററിം ഡിവിഡൻഡ് ആണ്. സോ 10 എക്സ് ഡേറ്റ് ആണെങ്കിൽ അപ്പോൾ അതിന് മുന്നേ നിങ്ങൾ മേടിച്ചാലേ നിങ്ങൾക്ക് ആ ഒരു ഡിവിഡൻഡ് നിങ്ങൾ എലിജിബിൾ ആവത്തുള്ളൂ. ആൻഡ് ഇന്ത്യൻ റെയിൽവേ ഫിനാൻഷ്യൽ കമ്പനിയുടെ വാല്യുവേഷൻ നമുക്ക് നോക്കാം. 25 റുപ്പീസ് ആണെങ്കിലും ഹൈ ഡിവിഡൻഡ് ഈൽഡിംഗ് സ്റ്റോക്ക് ആണ്. 4% ഡിവിഡൻഡ് ഉണ്ട്. ROC 5 ആൻഡ് ROE 13 ആൻഡ് ഫേസ് വാല്യൂ 10. പിന്നെ ബുക്ക് വാല്യൂ സ്റ്റോക്കിനേക്കാളും 0.84 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. നല്ല ഡിവിഡൻഡ് പേ ഔട്ട്. പിന്നെ ലാസ്റ്റ് 5 ഇയേഴ്സ് ആയിട്ട് CAGR ഗ്രോത്ത് 39. IRFC ഫിനാൻസ് സെക്ടറിൽ സെക്കൻഡ് പ്ലേസിലാണ് കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ സെയിൽസ് ആയിക്കോട്ടെ, അതുപോലെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് എല്ലാം ഇൻക്രീസ് ആയിരിക്കുന്നു. റിസർവ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. നെറ്റ് ഷെയർ ഹോൾഡിംഗ് പാറ്റേണും ബെറ്റർ ആയിട്ടുണ്ട്. സോ ഓവറോൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് ഈ സ്റ്റോക്കിനെ സംബന്ധിച്ച് കറന്റ് ഗ്രീനിലാണ് ട്രേഡ് ചെയ്യുന്നത്. 30 മുകളിൽ പോകുമ്പോൾ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 40, 45 മാക്സിമം ഈ ഒരു സ്റ്റോക്ക് 60 വരെ പോകാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് തേർഡ് സ്റ്റോക്കാണ്
ടെക്സ്റ്റൈൽ സെക്ടറിൽ ട്രെഡൻ. ഈ ഒരു സ്റ്റോക്ക് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. മിഡ് ക്യാപ്പ് ആണ്, ഹൈ റിസ്ക് ഉള്ള സ്റ്റോക്കാണ്. 100% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട്. നല്ല റിട്ടേൺസ് തരുന്നത്. ഇപ്പോൾ പണ്ട് 7 rupees ഇരുന്ന സ്റ്റോക്കാണ്. ഇപ്പോൾ അതേ 40, ഏകദേശം 38 rupees ഒക്കെ എത്തിയിട്ടുണ്ട്. സോ ഇനി 42 മുകളിൽ പോകുമ്പോൾ ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 50, ഒരു 65, 70 വരെ പോകാൻ സാധ്യതയുണ്ട് ഈ ഒരു സ്റ്റോക്ക്. സോ 5 ഇയേഴ്സിൽ ഈ ഒരു സ്റ്റോക്ക് 548% റിട്ടേൺസ് തന്നിട്ടുണ്ട്. മാക്സിമം ഈ ഒരു സ്റ്റോക്ക് 10,928% ആണ് റിട്ടേൺസ്. ഫിനാൻഷ്യൽ വൈസ് നോക്കിയാൽ മാർക്കറ്റ് ഷെയർ 2% നിന്നും 3% ആയിട്ട് വരുന്നിട്ടുണ്ട്. റവന്യൂ ഗ്രോത്ത് 4.22%. സോ ടോട്ടൽ റവന്യൂ, ദെൻ നെറ്റ് ഇൻകം എല്ലാം തന്നെ ബെറ്റർ ആയിട്ടുണ്ട്. പിന്നെ ഡിവിഡൻഡ് yielding നോക്കിയാലും കൺസിസ്റ്റന്റ് ആയിട്ട് ഇവർ 2019 മുതൽ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ട്. എവറി ഇയർ ഡിവിഡൻഡ് കൊടുക്കുന്ന ഒരു കമ്പനിയും കൂടിയാണ്. അതും 50 rupees താഴെ. ഇനി ഇവരുടെ വാലുവേഷൻ നോക്കാം. 38 rupees, 0.93 dividend yielding, ROC 10 and ROE 10.3. ആൻഡ് സ്റ്റോക്കിന്റെ PE 30 rupees ഉണ്ട്. ലീഡിംഗ് ആയിട്ടുള്ള ടെക്സ്റ്റൈൽ കമ്പനിയാണ്. ബെഡ് ലിനൺ, യാൺ, അതുപോലെ ഈ പ്രൊഡക്ഷനിലൊക്കെ നല്ല ക്വാർട്ടർലി റിസൾട്ട് എക്സ്പെക്ട് ചെയ്യുന്നു. അതുപോലെ ഡിവിഡൻഡ് പേ ഔട്ട് 51. ടെക്സ്റ്റൈൽ സെക്ടറിൽ ഫസ്റ്റ് പ്ലേസിൽ വരുന്നു. സെയിൽസ്, ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്, നെറ്റ് പ്രോഫിറ്റ് ഒക്കെ ബെറ്റർ ആയിട്ടുണ്ട്. ഓവറോൾ ആയിട്ടുള്ള ഗ്രോത്ത് കൊള്ളാം. റിസോഴ്സ് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ദെൻ ബോറോവിങ്സ് റെഡ്യൂസ് ആയിരിക്കുന്നു. ടോട്ടൽ അസറ്റ് ബെറ്റർ ആയിട്ടുണ്ട്. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് 73% ഉണ്ട്. FIA ഹോൾഡിംഗ്സ് ഇൻക്രീസ് ആയിരിക്കുന്നു. പബ്ലിക് ഷെയർ ഹോൾഡിംഗ് ബെറ്റർ ആണ്. സോ ഈ സ്റ്റോക്കിന്റെ നെക്സ്റ്റ് ടാർഗറ്റ് 55-60 ഈ ഒരു റേഞ്ച്. അത് 42 മുകളിൽ പോയാൽ തന്നെ നല്ല ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് സുജുബാൻ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഈ ഒരു സ്റ്റോക്ക് സ്മോൾ ക്യാപ്പ് ആണ്, കുറച്ച് റിസ്ക് ഉള്ള സ്റ്റോക്ക് തന്നെയാണ്. 46% ബൈ റെക്കമെൻഡേഷൻ ഉണ്ട്. മാക്സിമം റിട്ടേൺസ് ഈ ഒരു സ്റ്റോക്ക് അതായത് 5 ഇയേഴ്സ് ആയിട്ട് 61% ആണ് തന്നിരിക്കുന്നത്. കുറച്ചിപ്പോൾ ഡിപ്പാണെന്ന് നോക്കണ്ട. ലോങ് ടേമിൽ നമുക്ക് തീർച്ചയായിട്ടും ഹോൾഡ് ചെയ്യാം. കാരണം ഇവരുടെ റവന്യൂ, നെറ്റ് ഇൻകം ഒക്കെ ബെറ്റർ ആവുന്നുണ്ട്. ഗ്രോയിങ് സ്റ്റോക്ക് തന്നെയാണ്. പിന്നെ ഇവരുടെ ഡിവിഡൻഡ് yielding, ഡിവിഡൻഡ് ഇതുവരെ കൊടുത്തിട്ടില്ല. നമുക്ക് വാല്യുവേഷൻ ചെക്ക് ചെയ്യാം. സോ പ്രൈവറ്റ് ബാങ്കിങ് സെക്ടർ ആയതുകൊണ്ട് ഡെപ്റ്റ് ഫ്രീ ആണ് എന്നുള്ളത് നമുക്ക് പേടിക്കേണ്ട. ബാങ്ക് സെക്ടറിൽ സ്മോൾ ക്യാപ്പിൽ വരുന്ന ഒരു സ്റ്റോക്കാണ്. ഉജ്ജീവൻ ലാസ്റ്റ് പ്ലേസിലാണ്. കോമ്പറ്റീറ്റേഴ്സുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഗ്രോയിങ് ആണ് എന്ന് തന്നെ പറയാം. ബുക്ക് വാല്യൂ സ്റ്റോക്കിനെക്കാളും 1.17 ടൈംസ് ട്രേഡ് ചെയ്യുന്നു. നെഗറ്റീവായിട്ട് പറയുകയാണെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് പ്രോഫിറ്റ് വന്നിട്ട് ഇവർ ഡിവിഡൻഡ് കൊടുക്കുന്നില്ല. പിന്നെ റിട്ടേൺ ഓൺ ഇക്വിറ്റി കുറച്ച് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതല്ലാതെ റവന്യൂ, പ്രോഫിറ്റ് ഒക്കെ ബെറ്റർ ആവുന്നു. കുറച്ച് നെഗറ്റീവ് സൈഡ് ആണെങ്കിലും ഇപ്പോൾ ഗ്രോയിങ് ആണ്. റിസോഴ്സ് നല്ലവണ്ണം മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ അസറ്റ് ഇൻക്രീസ് ആയിരിക്കുന്നു. ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, പ്രൊമോട്ടർ ഹോൾഡിംഗ് 83% ഉണ്ട്. ദെൻ പബ്ലിക് ഷെയർ ഹോൾഡിങ്ങും ഇൻക്രീസ് ആയിട്ടുണ്ട്. 25 ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്ത് മുകളിൽ പോവുകയാണെങ്കിൽ ബൈങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 30-35, മാക്സിമം 50 വരെ പോകും. സോ ഇതിൽ നമ്മൾ 4 സ്റ്റോക്കുകളുടെ അനാലിസിസ് കണ്ടു. 50 rupeesന് താഴെ നല്ല സ്റ്റോക്കുകൾ ദീപാവലിക്ക് മേടിക്കാൻ പറ്റിയ സ്റ്റോക്കുകളാണ്. സോ ഈ വീഡിയോ പ്രയോജനമാണെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. കമൻറ്റിൽ നിങ്ങളുടെ ഫോൺ നമ്പർ രേഖപ്പെടുത്തുക. ഞങ്ങൾ നിങ്ങളെ ടിപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ടിപ്സ് എൻ്റയർലി ഫ്രീ ആണ്. ഡെയിലി നിങ്ങൾ ആ ഒരു ടിപ്പ് ഫോളോ ചെയ്യുക. ഈ വീഡിയോയുടെ താഴെ ആലിസ് ബ്ലൂ കമ്പനിയുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഇടാം. 2 സെഗ്മെന്റിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. സെഗ്മെന്റ് NSE MCX റോബോട്ടിക് ട്രേഡിംഗ് സോഫ്റ്റ്വെയറുടെ ക്ലാസ്സിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. സ്റ്റോക്ക് ടാർഗറ്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടോ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടോ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും മലയാളം ഷെയറിലെ കോൺടാക്ട് നമ്പറിൽ വിളിച്ച് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യുക. അപ്പോൾ പ്ലേ സ്റ്റോറിൽ മലയാളം ഷെയറുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ബിഗിനേഴ്സിനായിട്ട് ഒത്തിരി വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.